നമസ്കാരം. 24 മണിക്കൂറാണ് പാകിസ്ഥാൻ ഇന്ത്യ സമയം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തന്ത്രപ്പാടൊക്കെ നമ്മളിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഡൽഹിയിൽ തിരക്ക് പിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടും ചർച്ചകൾ നടന്നു. അതിൻ്റെ കുറേ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ കയറി അടിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ പാകിസ്ഥാൻ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ് ഹാൻഡിലുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ വാർത്തകൾ കൃത്യമായി വരുന്ന എക്സ് പേജാണ്, പഴയ ട്വിറ്ററിൻ്റെ പേജാണ്. അതിൽ വന്നൊരു കുറിപ്പാണ്. അതായത് ഒരു അലേർട്ട് പോലെ പറഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറിനും 48 മണിക്കൂറിനുമുള്ളിൽ ഇന്ത്യ എന്ത് ചെയ്യും? പാകിസ്ഥാനിൽ കയറി ഒരു അടി നടത്തും. പാകിസ്ഥാനും നേർക്കൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉടനടി തന്നെ ഉണ്ടാകും. ഇങ്ങനെയാണ് ആ പേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കാൻ തുടങ്ങിയൊരു സംഭവമാണ്. 36 മണിക്കൂർ സമയം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എങ്ങനെയും ആക്രമണങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ചില സൂചനകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വളരെ 6 ദിവസത്തോളം 6-7 ദിവസത്തോളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇതിനുള്ള മറുപടി ഇന്ത്യ നൽകുന്നതെന്നുള്ളത്. നയതന്ത്രപരമായിട്ടുള്ള മറുപടി കൃത്യമായി വേണ്ടയിടത്ത് ഈ 6.5 പതിറ്റാണ്ട് കാലം കൊടുക്കാതിരുന്ന തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും ഒരു സംശയവുമില്ല. കൊടുക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് തന്നെയാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്? നീക്കം നടത്തിയത്. ഇനി സൈനികപരമായ നടപടി എന്ത്? ഇത് തന്നെയാണ് 140 കോടി ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കൃത്യമായ അടിക്ക് തിരിച്ചടി, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടി കൈക്കൊള്ളുമോ എന്ന് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു വാർത്ത വരുന്നു. സുരക്ഷാ സമിതി യോഗം ചേർന്നു. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സംയുക്ത സൈനിക മേധാവികളെ ഒക്കെ തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ സുരക്ഷാ യോഗമായിരുന്നു. അതിൽ 3 സേനകളോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എങ്ങനെ അടിക്കണം, എത്രത്തോളം പ്രഹരമേൽപ്പിക്കണം, അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ സ്വാതന്ത്ര്യവും ആർക്കുണ്ട്? 3 സേനകൾക്കുമുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്ത്യ മഹാരാജ്യത്ത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. കാര്യം പാകിസ്ഥാനിലെ നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാനിലൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ഭരിക്കാൻ പോലും അവിടെ സ്വാതന്ത്ര്യമില്ല. അവിടെ ഭരിക്കുന്നത് സൈന്യമാണ്. ഈ അസിം മുനീറിനെ പോലുള്ള നരാധവന്മാരാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യൻ ഭരണാധികാരികൾ തീരുമാനിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തീരുമാനിക്കുന്ന അനുസരിച്ച് മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തലയുയർത്തി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാജ്യം പറഞ്ഞിരിക്കുകയാണ്, അതിർത്തി കടന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? സൈന്യത്തിനാണ് അവരോട് മറുപടി പറയാനുള്ളത്. അതിൽ രാഷ്ട്രീയ നേതാക്കളോ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒന്നും തന്നെ ഇടപെടുന്നില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യത്ത്, മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയോ അതിർത്തി കടന്നുള്ള എന്തെങ്കിലും ഭവിഷ്യത്തുകൾ സിവിലിയൻ കാഷ്വാലിറ്റി സംഭവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വീരമൃത്യു വരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ എന്തായിരിക്കണം പ്ലാൻ ഓഫ് ആക്ഷൻ? നേരത്തെ കൂട്ടി സൈന്യത്തിനൊരു മസ്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. വ്യോമസേന ആയിക്കോട്ടെ, നാവികസേന ആയിക്കോട്ടെ, കരസേന ആയിക്കോട്ടെ, 3 സേനകൾക്കും ABC എന്ന രീതിയിൽ പ്ലാനുകൾ ഉണ്ടായിരിക്കും എങ്ങനെ തിരിച്ചടിക്കാം എന്നുള്ളത്. അതായത് ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു പ്ലാനോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സൈന്യമാണ് ഇന്ത്യയുടെ സൈന്യം. ലോകത്തിലേക്കും വെച്ച് സൈനികരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യൻ സേനയ്ക്കുള്ളത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നിരവധി പ്ലാൻ പ്രധാനമന്ത്രിക്ക് മുൻപിൽ, അതായത് അദ്ദേഹം സൗദിയിൽ നിന്നും തിരിച്ചെത്തി നേരെ പോയത് എവിടെയായിരുന്നു? ഒരു മീറ്റിങ്ങിലേക്കായിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെ എങ്ങനെ പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടി നമുക്ക് ചെയ്യാനായി സാധിക്കും, ഇക്കാര്യങ്ങളൊരു വിശദമായ ഒരു ബ്രീഫിംഗ് അത് സൈനിക മേധാവിമാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിലയിരുത്തിയിട്ട് നമ്മുടെ സിനിമയിൽ സുരേഷ് ഗോപി, അതായത് സിനിമയ്ക്കകത്ത് അതുക്കും മേലെ എന്ന് പറയില്ലേ, ആ രീതിയിൽ ഇതൊന്നും പറ്റത്തില്ല, ഇതിനും മുകളിലേക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അതിനുള്ള സമയം ആസന്നമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പറഞ്ഞതുപോലെ സൈന്യത്തിനൊരു പ്ലാനുണ്ട്. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈന്യം ഭരണാധികാരികൾക്ക് മുന്നിൽ ഈ പ്ലാൻ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം. അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. അത് പല ലെയറിലാണ് പോകുന്നത്. സുരക്ഷാ ഉപദേഷ്ടാവ് നൽകുന്ന ഒരു പ്ലാൻ, അത് സൈന്യവുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കും. സൈന്യം ആദ്യം അറിയിക്കുന്നത് സുരക്ഷാ ഉപദേഷ്ടാവിനായിരിക്കും, പ്രത്യേകിച്ച് അജിത് ഡോവൽ. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനം എടുത്തിട്ട്, ഇതിന് മുൻപ് നടന്ന സർജിക്കൽ സ്ട്രൈക്കിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരുന്നു മാസ്റ്റർ ബ്രെയിനും. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്തിട്ട് പ്രതിരോധ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഏറ്റവും ഒടുവിൽ ആർക്ക്
പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കും. ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഓഫീസിൽ നിന്നും അനുമതി കൃത്യമായി കിട്ടിയതിന് ശേഷം നേരിട്ട് പ്രധാനമന്ത്രി ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഈ പ്ലാൻ നടത്തിയെടുക്കാറുള്ളൂ. എന്നാൽ ഇത്തവണ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേർ വിപരീതമായിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ പലതവണയായി ചർച്ച ചെയ്തതാണെങ്കിൽ പോലും ഈ ആക്രമണത്തെ ഒന്നുകൂടി ഒന്ന് കീറി മുറിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. കാരണം എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ സമയത്ത് ഒരു ആക്രമണം നടത്തി? ഇതിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് എന്താണ്? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതിൽ വ്യക്തമായി ഒരു കാര്യം കൂടെ പറയണമെങ്കിൽ, പാകിസ്ഥാൻ ഒരിക്കലും തങ്ങളുടെ പേര് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തങ്ങളിത് ചെയ്തു എന്ന് ആര് മനസ്സിലാക്കണം? ഇന്ത്യ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു വേട്ടയാടുന്നു, ഭീകരരെ കൊന്നൊടുക്കും. റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? നാമാവശേഷമാക്കും, കത്തിക്കും. ലഷ്കർ ഇ തൈബയ്ക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ വനത്തിനുള്ളിരിക്കുന്ന ഏതെങ്കിലും ക്യാമ്പുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി 100-300 ഭീകരരെ നമ്മൾ കൊന്നൊടുക്കും. ഇത്രയേ ആര് വിചാരിക്കുന്നുള്ളൂ? പാകിസ്ഥാൻ വിചാരിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും ആക്ട് ഓഫ് വാറുമായി ഇന്ത്യ മുന്നോട്ട് വരും, പാകിസ്ഥാന് ത്രട്ടുമായി വരും. തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാനെതിരെ അതിശക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്ന് ഒരിക്കലും ആര് വിചാരിച്ച് കാണില്ല? പാകിസ്ഥാൻ വിചാരിച്ച് കാണില്ല. ഇവിടെയാണ് അവരുടെ പ്ലാൻ പിഴച്ചു പോയത്, പാളിപ്പോയത് ഇവിടെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൂചന കിട്ടിയത്. അവിടുത്തെ ഇന്റലിജൻസ് മന്ത്രി കൃത്യമായി പറയുന്നു, ഉറപ്പായും ഞങ്ങളെ അടിച്ചിരിക്കും. അതുപോലെ തന്നെ ഖ്വാജ മുഹമ്മദ്, അദ്ദേഹം അതായത് പാകിസ്ഥാൻ സൈനിക മന്ത്രി, പ്രതിരോധ മന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, മുൻകൂട്ടി കണ്ട കാര്യമാണ്, ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇന്ത്യ അടിക്കും എന്നുള്ള കാര്യത്തിൽ. ഇന്ത്യയുടെ അടി താങ്ങാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പ്രതിരോധ മന്ത്രിക്കെങ്കിലും മിനിമം അറിയാം. സൈനിക മേധാവിക്ക് ഇപ്പോഴും അതിൽ വെളിവ് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രതിരോധ മന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലതവണ പല മാധ്യമങ്ങളോട് ഇത് പറയാനായി ശ്രമം നടത്തുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ അഭിമുഖത്തിൽ സത്യമായി തുറന്നു പറയുന്നുണ്ട്. 10-30 വർഷക്കാലമായി തങ്ങൾ ഇതിൻ്റെ ഭരണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ഇപ്പോൾ കാണിച്ചു. ആ ഒരു സത്യം പറയാനുള്ള മനസ്ഥിതിയെങ്കിലും കാണിച്ചു. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു തിരിച്ചടിയെ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് ചെയ്തത്? UN-മായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് അതാ ഞാൻ ഇന്നലെ വരെ യാതൊരു തരത്തിലൊരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ അവരുടെ പ്ലാനൊക്കെ തെറ്റിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം UN-ആയിട്ട് ബന്ധപ്പെടുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കറുമായിട്ട് ബന്ധപ്പെടുന്നു. അതിലൊക്കെ എന്താ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്രയും ദിവസം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആദ്യം ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നമുക്കറിയാം എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ. എങ്ങനെയായിരിക്കും, എത്രത്തോളം അതിൻ്റെ പ്രഹരശേഷി ഉണ്ട് എന്നുള്ള കാര്യത്തിലേ നമുക്ക് സംശയമുള്ളൂ. തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു ഇന്ത്യക്കാരനും സംശയമില്ല. പാകിസ്ഥാന് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഇന്ത്യ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യമല്ലല്ലോ. അപ്പോൾ ഇത്തവണ എന്ത് ചെയ്യും? വെറുതെ വിട്ടേക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നു, നയതന്ത്രപരമായിട്ടുള്ള വിലക്കും കരാറ് മരവിപ്പിക്കലും ഒക്കെയായി മുന്നോട്ട് പോയപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ആണവായുധമുണ്ട്, ഇപ്പോൾ പൊട്ടിക്കും എന്നും പറഞ്ഞിട്ട് മറ്റേ തേങ്ങ ഉടച്ചുകൊണ്ട് നടന്നത്. പക്ഷേ ഇനിയിപ്പോൾ തേങ്ങ പോയിട്ട് അവർക്ക് ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നെട്ടോട്ട് ഓടേണ്ട അവസ്ഥയാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് പറഞ്ഞ് ചുമ്മാ ഒന്ന് വിരട്ടുകയാണ്, ആണവായുധമുണ്ട് ഇപ്പോൾ പൊട്ടിച്ച് കളയും, മര്യാദയ്ക്ക് കളിച്ചോണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. തൊട്ട് പുറകെ മറുപടിയും കിട്ടി, ഞങ്ങൾ ഇത് വെച്ചേക്കുന്ന ദീപാവലിക്ക് പൊട്ടിക്കാനല്ല, ഞങ്ങൾക്കും കറക്റ്റായിട്ട് പൊട്ടിക്കാൻ അറിയാം. അപ്പോൾ മനസ്സിലായി ലൈൻ കറക്റ്റ് അല്ല, ഈ രീതി പോയാൽ ശരിയാവത്തില്ല. ഉടനെ തന്നെ എന്ത് ചെയ്തു? പ്ലാൻ മാറ്റി. ഇപ്പോൾ നിലവിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ ചർച്ചകൾ കൊണ്ടുവന്ന് എങ്ങനെയും ഇന്ത്യയെ പിന്തിരിപ്പിക്കുക. ഇന്ത്യ തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാതെ പോകത്തില്ല. കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ഇതുവരെ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ വാർ, അതിനുശേഷമുണ്ടായ വിമോചന സമരം, 71-ലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, 99-ലെ കാർഗിൽ യുദ്ധം. അപ്പോൾ ഇതിനിടയിലൊന്നും പാകിസ്ഥാനെ ജയിക്കാൻ പോയിട്ട് പാകിസ്ഥാന് ജയത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. 190,000 സൈനികർ മുട്ടുമടക്കുന്നൊരു കാഴ്ച, ആ നാണം കണ്ട ചിത്രം ഇപ്പോഴും ഇന്ത്യ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല. അന്ന് പറ്റിയില്ല, പിന്നാണോ ഇന്ന്? പ്രത്യേകിച്ച് ഇത്രയധികം കരുത്താർജിച്ച് ഇന്ത്യ വളർന്നു നിൽക്കുന്ന സമയത്ത്, ഇത്രയധികം അധപ്പതിച്ച് പാകിസ്ഥാൻ കൂപ്പുകുത്തി നിൽക്കുന്ന സമയത്ത്, ഇനി തൊട്ട് താഴെ പാതാളം മാത്രമേ ഉള്ളൂ, അതിന് താഴേക്ക് പാകിസ്ഥാന് പോകാനായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു യുദ്ധം അഭിമുഖീകരിക്കാൻ പോയിട്ട് അത് 10 ദിവസം അടുപ്പിച്ച് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, പാകിസ്ഥാനുമായൊരു യുദ്ധം തുടങ്ങിയ എത്ര ദിവസം? അങ്ങനെയാണ് ചോദിക്കുന്നത്. പല രാജ്യങ്ങളും വർഷങ്ങളായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രാജ്യങ്ങൾ പോലും വർഷങ്ങളായി യുദ്ധം നടത്തുകയാണ്. ഇന്ത്യയുമായൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാകിസ്ഥാന് കേവലം ദിവസങ്ങൾ മാത്രം മതി. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ പിന്നെ സംഭവിക്കുന്ന കാര്യം ഞാൻ മുൻകൂട്ടി പറയാം.
ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല മൊത്തം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും. അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പ്രശ്നം ഭയങ്കര വിഷയമായിട്ടിരിക്കുക, അതിരൂക്ഷമായിട്ടിരിക്കുക. ആ മേഖലയിൽ നിരന്തരം ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ശക്തമായി തന്നെയാണ് താലിബാൻ പാകിസ്ഥാനെതിരെ നിലകൊണ്ടിരിക്കുന്നത്. ഈ മേഖല കംപ്ലീറ്റായി എങ്ങോട്ടേക്ക് പോകുന്നു? അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. ഒരു 40-50% വരുന്ന പാകിസ്ഥാൻ മേഖല, ആ ഒരു പ്രവിശ്യ കംപ്ലീറ്റ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രത്തിൻ്റെ ഉദയത്തിന് കാരണമായി മാറും. BLA അവിടെ പോരാട്ടം നടന്ന് നമുക്കറിയാം. അവർ ഈ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു BLA എങ്ങനെയായിരിക്കും ഇതിനെ നോക്കി കാണുന്നതെന്നുള്ളത്. BLA വളരെ ഫലപ്രദമായി തന്നെ ഈ അവസരം മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു മേഖല പാകിസ്ഥാൻ്റെ ഇന്നുള്ളതിൽ നിന്ന് നേർപകുതിയായ ഒരു രാഷ്ട്രം രൂപീകൃതമാവും, അതായത് ബലൂചിസ്ഥാൻ. ഈ പുറത്ത് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം മുഴുവനായി എന്ത് ചെയ്യും? ഇന്ത്യ പിടിച്ചെടുക്കും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ നമ്മൾ തമാശയ്ക്കായിരുന്നാലും പറയും ഇന്ത്യക്ക് ഒരു ബൈസപ്സ് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു കൈ എന്ത് ചെയ്യുന്നു? മസിൽ വയ്ക്കുന്നു, ആ രീതിയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഇന്ത്യയുടെ പ്രദേശം എന്തൊക്കെയാണോ ഇന്ത്യ തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഭാരതം മുഴുവനായി വീണ്ടെടുക്കും. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന അധമരാജ്യം ഇല്ലാതാകും, അതിലൊരു സംശയവുമില്ല. അതിനുള്ള വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ലോ കല്യാൺ മാർഗിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട്, ദില്ലിയിൽ വെച്ചിട്ട് ഒരു എമർജൻസി മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് 6 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്. അതായത് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുനഃസംഘടനയാണ്, സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുനഃസംഘടിപ്പിച്ചു. ഇതിനു മുമ്പ് പുനഃസംഘടിപ്പിച്ചത് എന്നാണ് വർഷം 2019. അറിയാമല്ലോ എന്താണ് പിന്നീട് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതും അറിയാമല്ലോ. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യക്ക് അങ്ങനെ പറഞ്ഞ് ശീലമില്ല, ചെയ്ത് ശീലമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അടിക്കും, ഭീകരമായിരിക്കും, പാകിസ്ഥാൻ ചിതറും എന്നൊക്കെ പറയുന്നത്. ഭാരതം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാറില്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ അത്രയധികം നാണക്കേടാണ്. അന്ന് അത്രയും ഭീകരരെ കൊന്നിട്ട് പോലും അവരത് തുറന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ പോലും അവർക്കില്ലായിരുന്നു. കാര്യം അത് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിലാണ് പോകുന്നത്. അവർ ഇത്രയും പേർക്ക് അഭയം കൊടുത്തു എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ഒരു നെഞ്ച് മുറിയുന്ന വേദന ഉണ്ടായിട്ട് പോലും അവർക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ഉറക്കെ കരയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായത്. എന്നാൽ ഇത്തവണ വാവിട്ട് കരയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള ഒരു പ്രത്യേക നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കാരണം റോയുടെ മുൻ മേധാവിയായിട്ടുള്ള അലോക് ജോഷിയാണ് ഇതിൻ്റെ തലവനായിട്ടുള്ളത്. ഇദ്ദേഹത്തെ കൂടാതെ വേറെ 6 മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് എല്ലാ സൈനിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വിരമിച്ച സകലമാന ഉന്നത ഉദ്യോഗസ്ഥരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ തിരിച്ച് വീണ്ടും ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പാകിസ്ഥാന് കഴിയാത്ത വിധത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ സിനിമകളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യം നടക്കും, അതൊക്കെ തന്നെ നമ്മുടെ അവിടെ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം മെയ് 9 റഷ്യയിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് റഷ്യയുടെ വിക്ടറി ഡേ ആണ്, അതിന്റെ സെലിബ്രേഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയം കൈവരിച്ചതിന്റെ ഒരു ഓർമ്മ ദിവസമായി, അതിന്റെ ഒരു സന്തോഷ സൂചകമായി എന്ത് ചെയ്യുന്നു, ആചരിക്കുന്ന ഒരു സംഭവം. എന്നാൽ അതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു? പോകുന്നില്ല എന്ന് റഷ്യ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലും മെയ് 9 മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ വെടിക്കെട്ടിൻ്റെ സാഹചര്യത്തിലും കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? താൽക്കാലികമായി മാറി നിൽക്കുന്നത്. ഇന്ത്യൻ പ്രതിനിധി എന്ന രീതിയിൽ മറ്റു പ്രതിനിധി പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം മറ്റൊരു കാര്യം, നമ്മൾ കേരളത്തിലോട്ട് നാളെ അദ്ദേഹം വരികയാണ്. ഞാൻ വിചാരിച്ചാൽ അത് ലാസ്റ്റ് നിമിഷം വരെ എന്തെങ്കിലും മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല. നാളെ മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ ഒരു വേളയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തടക്കം വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ ഒരു കൂട്ടിവായിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ടെൻഷനൊന്നുമില്ല. അദ്ദേഹത്തിന് ഭരണപരമായ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് എന്ത് ചെയ്ത CCS. അതിനുശേഷം എന്ത് ചെയ്തു? അടുത്ത കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ തിരക്കിട്ട് തന്നെ സുരക്ഷാ അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് എന്തിനു സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം വന്നാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്? ഒരിക്കലും എടുത്തു ചാടി ഒരു നീക്കം ഇന്ത്യ ചെയ്യില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് മുൻപുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം ആസന്നമായി കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരില്ലേ? പലരും ചോദിക്കുന്ന വിഷയമാണ്. കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നല്ല,
എല്ലാ വിഷയങ്ങളെയും സാരമായി ബാധിക്കുന്ന ഒരു വിപത്തായി തന്നെ ഈ യുദ്ധം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? അങ്ങനെ ഒരു വിഷയം വന്നാൽ സാധാരണ മനുഷ്യരെ അത് ബാധിക്കരുത്. ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നമ്മുടെ അഭിമാനത്തിനും ഏറ്റൊരു കളങ്കമാണ്. അതിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത് കൃത്യമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ ഇനിയും വിലപിക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു മീറ്റിംഗ് ആയിരുന്നു നേരത്തെ സംഘടിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നു? എന്തിനാണ് ഇന്ത്യ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ പാകിസ്ഥാനിലോ ഭീകരർക്ക് നേരെയോ നടത്തുന്നില്ല എന്ന് ഒരു വശത്ത് പറയുന്നുണ്ട്. വ്യക്തമായൊരു കാരണമുണ്ട്. ഭീകരരെ കഴിയും വിധം ജീവനോടെ പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്തിന് അങ്ങനെ കൊണ്ടുവരണം? അവരെ കൊന്നു കളഞ്ഞാൽ പോരെ എന്നാണ് നമ്മുടെ ഒരു വികാരം വെച്ച് വൈകാരികമായി നമ്മൾ ചോദിക്കുന്നത്. എന്താ, ജീവന് ജീവൻ, പല്ലിന് പല്ല്, നഖത്തിന് നഖം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവരെ കൊന്നു കളഞ്ഞാൽ പോരെ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു പഴയകാല സംഭവം കൂടി പറയാം. ഇതിനു മുമ്പ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത്, സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണമാണ് 2008. അന്ന് അജ്മൽ കസബിന് ജീവനോടെ പിടിക്കാൻ പറ്റിയിരുന്നു, ശരിയല്ലേ? തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അർഹമായ ശിക്ഷ ലഭിച്ചിരുന്നു. അജ്മൽ കസബിനെ അന്ന് ജീവനോടെ പിടിച്ചത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇതിന് പിന്നിലുണ്ടെന്ന് ഇന്ത്യക്ക് സ്ഥാപിക്കാൻ പറ്റിയത്, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ. അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ സമ്മതിച്ചു തരുമോ? ഒരിക്കലുമില്ല. ഇത്രയും 35 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം ഇന്ന് തുറന്നു പറയാൻ അവർ തയ്യാറാവുന്നു. നമുക്ക് ഇന്ന് 2025 സംഭവിച്ചത് 2050 അവർ തുറന്നു പറഞ്ഞാൽ മതിയോ? അപ്പോൾ 2050 കാണാൻ ഇനി പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും നമ്മുടെ ആവശ്യം ഇത് തന്നെയാണ്. കൃത്യമായ തെളിവുകളോടുകൂടി അന്താരാഷ്ട്ര ഏജൻസികളെയും ലോകരാജ്യങ്ങളെയും എന്ത് ചെയ്യണം? ഇന്ത്യക്ക് ബോധിപ്പിക്കാൻ സാധിക്കണം ഈ വിഷയം. ഇതിന് പിന്നിൽ ആര് തന്നെയാണ്? പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ കരങ്ങളുണ്ട്, പാകിസ്ഥാൻ്റെ എല്ലാ സഹായങ്ങളുമുണ്ട്. അതിന് ഇവരെ ജീവനോടെ പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? കൊന്നുകളയുക. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ NIA തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു. പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു. ഇപ്പൊ അവിടെ മോക്ക് ഡ്രിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ അവരിത് എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത്? അതിനെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ്. അവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിശകലനം ചെയ്യുകയാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ കാരണം തെളിവ് ശേഖരണമാണ്. തെളിവ് ശേഖരണം ഇന്ത്യക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പരിപൂർണമായ ഉറപ്പുണ്ട്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നേഷൻ ഫസ്റ്റ്, ഈ രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അവിടെ മറ്റ് രാഷ്ട്രീയ ചിന്തകളോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളോ ഒന്നും തന്നെ വരുന്നില്ല. രാജ്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ എന്തും. ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരുദ്ദേശിച്ചതും ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കണം, ജാതീയ വേർതിരിവുണ്ടാക്കണം, വർഗീയ വേർതിരിവുണ്ടാകണം, രാഷ്ട്രീയപരമായൊരു വേർതിരിവുണ്ടാക്കണം. ഇതൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. തിരിച്ചടിക്കണമെന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചടിയിൽ ഒരു ദയയും കാണിക്കരുതെന്ന് മാത്രമേ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. അക്കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കൃത്യമായ തെളിവ് ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യ എന്ത് ചെയ്യുക? അതിഭീകരമായൊരു മറുപടി കൊടുക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഏകദേശം 1.5 ദശലക്ഷം സൈനികർ കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മാതൃരാജ്യത്തെ വേദനിപ്പിച്ചവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കാത്തിരിക്കുക, ഉടനെ തന്നെ വരുന്നുണ്ട്.